കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതിക്ക് കുറവില്ല. വരും മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം എടവണ്ണപ്പാറ എളങ്കാവിൽ വെള്ളം കയറി. തടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണ്ണമായും മുങ്ങി. തോണിയിലാണ് നാട്ടുകാർ പ്രധാന പാതയിലെത്തുന്നത്. അമരമ്പലത്ത് ഉമർ ഫാറൂഖ് ഷാഫിയുടെ വീട്ടിൽ കിണറിടിഞ്ഞതായിരുന്നു. പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ കണ്ടെയ്നർ ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണ് വാഹനം ഭാഗികമായി തകർന്നു. 35 വീടുകൾ മലപ്പുറം ജില്ലയിൽ ഭാഗികമായി തകർന്നെന്നാണ് കണക്ക്. കോഴിക്കോട് ചെറുപുഴയിലും ചാലിയാറിലും ജലനിരപ്പ് താഴാത്തതിനാൽ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതിനാൽ കോഴിക്കോട്ടെ വിവിധയിടങ്ങളിൽ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. 30-ലേറെ വീടുകൾ ഭാഗികമായി തകർന്നു. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചെറുപുഴ പ്രാപ്പോയിൽ രൈറോം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് സമീപത്തെ വീടിന് മുകളിൽ പതിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.